പൂനമല്ലിയിലുള്ള പ്രസിദ്ധമായ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സുന്ദരമായ കുറച്ച് കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 6 ദിവസത്തെ ഉത്സവം, കൊടിയേറ്റ ഉത്സവം 6 ദിവസം. മറീന ബീച്ചിൽ ആറാട്ട്. എല്ലാവർക്കും നമസ്കാരം. അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ശബരിമലയാണ്. എന്നാൽ പൂനമല്ലി നിവാസികളായ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം തെളിഞ്ഞു വരുന്നത് ഇവിടെയുള്ള അയ്യപ്പൻ കോവിലും അവിടുത്തെ സുന്ദരമായ അയ്യപ്പൻ്റെ വിഗ്രഹവുമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തന്നെ പ്രവേശനമുള്ള ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. അമ്പലത്തിലേക്ക് കയറുന്നതിന് മുന്നേ മുൻവശത്തായി കാലൊക്കെ കഴുകാനുള്ള സൗകര്യമുണ്ട്. ഇതുപോലെ തന്നെ ഉള്ളിലും സൗകര്യമുണ്ട്. പുറമേ നിന്ന് പൂക്കളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാം. കേരള വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ അമ്പലം നിർമ്മിച്ചിട്ടുള്ളത്. ദിവസവും രാവിലെ 5 മണിക്ക് നട തുറക്കുകയും 5:30 ഗണപതി ഹോമം നടക്കുകയും ചെയ്യാറുണ്ട് ഇവിടെ. അതിൻ്റെ പ്രസാദം ഇവിടെ കാണാം. ആദ്യം തന്നെ നമുക്ക് വിഘ്നങ്ങളൊക്കെ അകറ്റുന്ന വിഘ്നേശ്വരനെ തൊഴാം. ശ്രീ ഗണപതിൻ്റെ ബാലവിനായക രൂപമാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. വിനായക ചതുർത്ഥിക്കൊക്കെ ഇവിടെ വിശേഷാൽ പൂജകൾ ഉണ്ടാവാറുണ്ട്. അടുത്തതായി തൊഴുന്നത് ശിവനെയാണ്. എല്ലായിടത്തെയും പോലെ പരമേശ്വരൻ്റെ മുമ്പിലായിട്ട് നമുക്ക് നന്ദികേശൻ്റെ രൂപം കാണാം. കിഴക്കോട്ട് ദർശനമായിട്ടാണ് പരമേശ്വരൻ്റെയും വിനായകൻ്റെയും പ്രതിഷ്ഠയുള്ളത്. അയ്യപ്പസ്വാമിയുടെ ഇടതുവശത്തായിട്ടാണ് ഇവരുടെ സാന്നിധ്യമുള്ളത്. ശിവൻ്റെ ഇടതുവശത്തായി ശ്രീ ചണ്ഡികേശ്വരന് ഒരു സ്ഥാനം കൂടിയുണ്ട്. ശിവൻ്റെ വശങ്ങളിലും പുറകിലുമായി നമുക്ക് ബ്രഹ്മ, വിഷ്ണു, ദക്ഷിണാമൂർത്തി എന്നിവരുടെ വിഗ്രഹങ്ങളും കാണാം. ഇവിടെ ആദിശിവൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. ഗുരുവായ ശിവൻ്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്ന ഈ സ്ഥലത്താണ് പിന്നീട് ഈ അമ്പലം പണികഴിപ്പിച്ചത്. പൂവിരുന്തവല്ലിത്തായാർ കുടികൊള്ളുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പൂനമല്ലി അല്ലെങ്കിൽ പൂന്തമല്ലി എന്ന പേര് ലഭിച്ചത്. കുറച്ചകലെയായി പൂവിരുന്തവല്ലിത്തായാർക്കും ശ്രീ വരദരാജ പെരുമാളിനും ഒരു അമ്പലമുണ്ട്. ഇതാണ് ഇവിടുത്തെ ദീപസ്തംഭം. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ കൊടിമരവും കാണാം. കേരളത്തിൽ കാണാറുള്ളത് പോലെ വളരെ ഉയരം കൂടിയ കൊടിമരമാണ് ഇവിടെയുള്ളത്. കൊടിമരത്തിന് മുകൾവശത്തായി ഒരു കുതിരയുടെ രൂപം കൂടിയുണ്ട്. കൊടിമരത്തിൽ മാത്രമല്ല അയ്യപ്പൻ്റെ ശ്രീകോവിലിനും നമുക്കൊരു കേരളത്തനിമ കാണാൻ സാധിക്കും. ഇതിൻ്റെ കാരണം ശ്രീ കാണിപ്പയ്യൂർ നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആനപ്പുറത്ത് മുത്തുക്കൂട് പിടിച്ചു നിൽക്കുന്ന ഒരു ആളെക്കാളും ഉയരത്തിലാണ് ഈ അമ്പലത്തിൻ്റെ മേൽക്കൂര പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 18 അടിയോളം ഉയരമുണ്ട് ഇതിന്. അടുത്തതായി മുരുകൻ്റെ നടയിലേക്കാണ് പോകുന്നത്. ഇവിടെ സുബ്രഹ്മണ്യൻ, വള്ളി, ദേവയാനിമാരോടുകൂടിയാണ് ദർശനം നൽകുന്നത്.
അടുത്തതായി ശ്രീ വിഷ്ണു ദുർഗയുടെ സന്നിധിയാണ്. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും കുറച്ച് പേര് അമ്മയുടെ തിരുനടയിൽ ഭജന നടത്താറുണ്ട്. അയ്യപ്പൻ്റെ വലതുവശത്തായിട്ടാണ് ദുർഗയുടെയും മുരുകൻ്റെയും സ്ഥാനം. മുരുകൻ്റെ വളരെ ശക്തിയേറിയ ഒരു മന്ത്രമാണ് കുമാരസ്തവം. അത് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. ഇത് നിത്യേന ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇവിടുത്തെ വഴിപാട് കൗണ്ടറാണിത്. ഇനി ഈ അയ്യപ്പൻ കോവിലിൻ്റെ ചരിത്രം അറിയാം. 1969 മുതൽ കുറച്ച് പേർ ചേർന്ന് മലക്ക് പോകുകയും വിളക്ക് പൂജ നടത്തുകയും ചെയ്യുകയുണ്ടായി. 1987 18-ാം ആണ്ട് തിരുവിളക്ക് നടക്കുന്നതിനിടയിൽ ഒരാൾക്ക് അരുൾപാട് ഉണ്ടാകുകയും റോഡിൽ വെച്ചാണ് പൂജ, എനിക്ക് വേണ്ടി അമ്പലമൊന്നുമില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം വടക്ക് ഭാഗത്തേക്ക് പോയാൽ അമ്പലം കെട്ടാനുള്ള സ്ഥലം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു. പിന്നീട് 12 പേർ അംഗങ്ങളായ ശ്രീ ധർമ്മശാസ്ത്ര ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുകയും അമ്പലത്തിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു. തിരുപ്പതിയിൽ നിന്നാണ് അയ്യപ്പൻ്റെ പഞ്ചലോഹ വിഗ്രഹം കൊണ്ടുവന്നിട്ടുള്ളത്. 1992 അയ്യപ്പന് കുംഭാഭിഷേകം നടന്നത്. അതിനുശേഷം മറ്റുള്ള വിഗ്രഹങ്ങൾക്കും കുംഭാഭിഷേകം നടത്തപ്പെട്ടു. പിന്നീട് 2006, 2018 എന്നീ വർഷങ്ങളിൽ കുംഭാഭിഷേകം നടത്തുകയുണ്ടായി. 12 വർഷത്തിലൊരിക്കലാണ് ഇവിടെ കുംഭാഭിഷേകം നടത്തുന്നത്. ഇവിടുത്തെ നവഗ്രഹ പ്രതിഷ്ഠയാണിത്. 2006 ഇവിടുത്തെ ഗോപുരം പണി കഴിപ്പിച്ചത്. ഇവിടുത്തെ വിശേഷ വഴിപാടാണ് അയ്യപ്പന് അഭിഷേകം നടത്തുന്നത്. അഷ്ടദ്രവ്യങ്ങൾ കൊണ്ടാണ് അയ്യന് അഭിഷേകം നടത്തുന്നത്. നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് തൊട്ടുചേർന്ന് തന്നെ രാഹു കേതുവിന് മാത്രമായുള്ള പ്രതിഷ്ഠ കൂടി കാണാം. ഇവിടെ അഭിഷേകം ചെയ്യുന്നത് രാഹു കേതു ദോഷങ്ങൾ മാറാൻ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. ഇതിനോട് തൊട്ടടുത്ത് തന്നെ ഓഫീസും കാണാം. ഈ അമ്പലത്തിലെ മുഖ്യമായ വഴിപാടുകളിലൊന്നാണ് അന്നദാന വഴിപാട്. ഏകദേശം 300ഓളം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു അന്നദാന മണ്ഡപം ഇവിടെയുണ്ട്. 2004 തുടങ്ങിയ അന്നദാന വഴിപാട് അയ്യപ്പൻ്റെ കാരുണ്യം കൊണ്ട് ഇപ്പോഴും ഭംഗിയായി നടത്തപ്പെടുന്നു. ഇപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലുമായിട്ടാണ് അന്നദാനം ഉണ്ടാകാറ്. 12:30 മുതൽ 2 മണി വരെയാണ് അന്നദാനം നടത്തുന്ന സമയം. ഇവിടെ വെച്ചാണ് സ്വാമിമാരൊക്കെ കെട്ടുനടക്കാറുള്ളത്. അടുത്തതായി ശ്രീകൃഷ്ണൻ്റെയും ഹനുമാന്റെയും സന്നിധികളാണ്. ഈ അമ്പലത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് തൂണുകളും അവയിലെ ശില്പങ്ങളും. 8 തൂണുകളിലുമുള്ള ഓരോ ശില്പങ്ങളും അതീവ ഭംഗിയുള്ളതാണ്. പരശുരാമൻ, ഗരുഡൻ, അഗസ്ത്യമുനി, നാരദർ, നന്ദികേശ്വരൻ എന്നിവരുടെ രൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. ആഞ്ജനേയ സന്നിധിയുടെ ഇടതുവശത്തായിട്ട് വിളക്കൊക്കെ കത്തിക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാ ദൈവങ്ങളുടെയും സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ എല്ലാവിധ ഉത്സവങ്ങളും തന്നെ ഇവിടെ നടത്താറുണ്ട്. അമ്പലത്തിൻ്റെ മേലവശത്തായിട്ടും നമുക്കിതുപോലെ കുറേ ശില്പങ്ങൾ കാണാൻ സാധിക്കും. വിഷ്ണുവും നീ, ശിവനും നീ, ശ്രീ മുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പ സ്വാമി. കാലവും നീ, പ്രകൃതിയും നീ, കാരണവും നീ,
അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി. തേടി വരും കണ്ണുകൾ ഓടിയെത്തും സ്വാമി, തിരുവള്ളത്തിൻ കതിരൂരിൽ കുടിയിരിക്കും സ്വാമി, വാടി വീഴും പൂവുകളെ തൊഴിലുണർത്തും സ്വാമി, കോവിലിൽ വാണരിലും സ്വാമി, അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി. വഴിപാടായി നമുക്ക് തുലാഭാരം നടത്താവുന്നതാണ്. 200 രൂപയാണ് ചാർജ്. ശ്രീകോവിലിന് ഇരുവശത്തുമായി ദ്വാരപാലകരെയും പുലിവാഹനായ അയ്യപ്പനെയും കാണാൻ സാധിക്കും. പൂജാകാര്യങ്ങളെപ്പറ്റി 6 വർഷമായി ഇവിടെ പൂജ ചെയ്യുന്ന മേൽശാന്തിയോട് ചോദിക്കാം. 5 മണിക്ക് നട തുറക്കും, രാവിലെ 5:30 മണിക്ക് വെള്ളം 7 മണിക്ക് പാലഭിഷേകം, സർവാഭിഷേകം അഷ്ടാഭിഷേകം, അതിൻ്റെ കൂടെ 7 മണിക്ക് പാലഭിഷേകം, 7 മണിക്ക് ഉഷപൂജ. ഉഷപൂജയ്ക്ക് സാധാരണ ചെയ്യുന്നത് നെയ്പായസം വെള്ളം നീട്ടി. 10:30 മണിക്ക് ഉച്ചപൂജ, പാൽപ്പായസം വെള്ളം നീട്ടി. 11 മണിക്ക് നടയടക്കും. വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും. 6:30 മണിക്ക് ദീപാരാധന. 8:30 മണിക്ക് അത്താഴപൂജ, അപ്പോൾ വെള്ളം നീട്ടും. 9 മണിക്ക് നടയടക്കും. ഇതാണ് സാധാരണ നടന്നത്. പിന്നെ கார்த்திகை வந்து ரொம்ப கிராண்டாக பூஜை வித்தியாசம்னா பூஜை. அந்த கார்த்திகை மாதம் எவ்வளவு சண்டே நடக்கும், 12 பூஜை நடக்கும். அதே மாதிரி விளக்கு பூஜை ஊர்வலமாக வரும். இங்கேருந்து ஒரு 3 கிலோமீட்டர் 5 கிலோமீட்டர் பக்கத்துலேருந்து ஊர்வலமாக சாமி யானை எல்லாம் கொண்டு வருவோம் இங்கே. அப்போ அந்த ஒரு வாரம் ஒரு மாதம் கார்த்திகை மாதம் ஃபுல்லாக ரொம்ப கிராண்டாக இருக்கும் கோயில். நீங்கள் சண்டேல உதயாசம் பூஜை 15,000 குறைஞ்சபட்சம் கிட்டத்தட்ட 300 பேர்லேருந்து 400-500 பேர் மதிய மீல்ஸு, காலையில் உதயாஸ்தமனை போய் காலையில் டிஃபன், நைட் டிஃபன் எல்லாமே கொடுப்போம். இந்த 15,000ல் அதை விட அதிகமாக குறையாது. இன்னும் எவ்ரி சண்டே இப்போலாம் எவ்ரி சண்டே அன்னதானம் உண்டு. இந்த லாக்டவுன்னால அன்னதானம் இல்லை. எவ்ரி சண்டே உண்டு அன்னதானம். அதுவும் குறைஞ்சபட்சம் 300 பேர் சாப்பாடு போடுவோம். கடைசி ஆள் வர வரைக்கும் சாப்பாடு வடித்து போடுவோம். இங்கே பாயசம், அப்பளம், கூட்டு, பொரியல், ரசம், மோர் எல்லாமே இருக்கும். விருந்து வச்சு சாப்பாடு போடுற மாதிரி தான் இந்த கோயிலில் பண்ணுவோம். മാസം 6 ദിവസത്തെ ഉത്സവം, കൊടിയേറ്റ ഉത്സവം 6 ദിവസം. മറീന ബീച്ചിൽ ബീച്ചിൽ പോവും, ആറാട്ടിൽ കൊടി നാട്ടിൽ നിന്ന് തന്ത്രി അവരെല്ലാം വന്ന് കൊടിയേറ്റ് ഉത്സവം നടത്തി. 6 ആറാട്ടിന് അത് കഴിഞ്ഞ് മറീന സംശയത്തിൽ ആറാട്ട്, മറീന ബീച്ചിൽ ആറാട്ട്. അതുപോലെ പ്രതിഷ്ഠാദിനം, വർഷത്തിൽ ഒരു ദിവസം പ്രതിഷ്ഠാദിനം, മാസ ശിവരാത്രി, വിനായക ചതുർത്ഥി, ശ്രീകൃഷ്ണ ജയന്തി, കൈപ്പൂയം, ഷഷ്ടി, കൃത്തിക, നവരാത്രി, ആടിമാസം, ഇത് രാഹുകാല പൂജ, ബലിയവർക്ക് അഷ്ടമി, ഇത് നാഗരിക്ക് ആയില്യം, ഇത് ഗുരുപ്പഴിച്ച് ശനിപ്പഴിച്ച് ആക്കി, കൃഷ്ണ ജയന്തി, രാമനവമി, ഹനുമാൻ ജയന്തി, വിനായക ചതുർത്ഥി, അതുപോലെ പ്രദോഷം, ഷഷ്ടി, കൃതി പോലെ എല്ലാ ഫങ്ഷൻസും ഉണ്ട്. ഉണ്ട്. யான, குதிரை, ஒட்டகம் எல்லாமே கொண்டு வந்து ஊர்வலமாக கொண்டு வரும்.
இல்லை ஸ்டாஃப் நோ ஸ்டாஃப் எல்லாம் இங்கே ஸ்டாஃபே கிடையாது, ஆ எல்லாமே ஃப்ரீ சர்வீஸ். ஆ 2 பேர் தான் வேலை. இந்த ஸ்வீப்பிங்க்கு ஆ. அதுக்கு இந்த கவுண்டருக்கு 2 பேர் தான் ஆக்சுவலாக பேமெண்ட்டு. ஆ ஆ பாக்கி எல்லாம் சர்வீஸ். நம்பூரி ஒருத்தர் இவர் ஒருத்தர் ஐயர் ஒருத்தர் ஆ. சுற்று கோயில் ஆ. இவங்க தான் பேமெண்ட்டு. மற்றபடி எல்லாமே ஃப்ரீ சர்வீஸ். ஓகே ஆ இது சண்டேஸ்லலாம் அவங்கவுங்க வந்து அன்னதானம் பரிமாறுறது ആ. എല്ലാ വേലയും ചെയ്യും. ഇവിടുത്തെ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ഫോട്ടോ ആണിത്. ഇവിടെ അയ്യപ്പന് വേണ്ടി സേവ ചെയ്യുന്ന ഒരു ആദിവാസികൾക്കാം அன்னதானம் இங்கே போடுற மாதிரி தமிழ்நாட்டில் இருக்காது. ஆ அன்னதானம் ஒரு பெரிய செலவு தான். ம் 25,000 ஒரு நாளைக்கு எத்தனை அப்ராக்சிமேட்டாக எத்தனை பேர் இருப்பாங்கண்ணா? அது அதிகம். எவ்வளோ பேர் வருவாங்கண்ணா? 500 பேர் மேலே சாப்பிடுவோம். 500க்கு மேலே வரும். ஓ 5 நேரம் வாங்கி வச்சு கொண்டே இருப்போம். ஆ அதெல்லாம் அதெல்லாம் பரவாயில்லை. ஆ அன்னதானத்துக்கு குறையே கிடையாது. ம் 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 கஷ்டப்பட்டாவது போடுவோம். ஆ அதுவும் ஒரு பெரிய சிறப்பு. ஆ ஆ அந்த மலையெல்லாம் அன்னதானம் தான் சிறப்பு. ஆ வேறு ஒன்றும் இல்லை. ஆ அவருக்கு எல்லாம் தெரியுங்க. அவருக்கு என்ன தேவையோ அது உண்டாக்குவார். ஆ நீங்கள் எத்தனை நாள் இங்கே இருக்கீங்கண்ணா? நான் இப்போ 11 வருஷம் ஆயிடுச்சு. 11 வருஷமா? ഹരിവരാസനം ചൊല്ലി നടയടച്ചു കഴിഞ്ഞാൽ അയ്യപ്പന് നേദിച്ച ഉണ്ണിയപ്പം ഇവിടെ പ്രസാദമായി നൽകാറുണ്ട്. അമ്പലത്തിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ വാതിൽ. ഇനി അധികമാർക്കും അറിയാത്ത മറ്റൊരു രഹസ്യം കൂടി പറയാം. ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ചാനലുകളിൽ കാണിക്കാറുള്ള അയ്യപ്പ വിഗ്രഹം ഇവിടുത്തെയാണ്. അത്രയും സുന്ദരമായ ഒരു അയ്യപ്പ വിഗ്രഹമാണ് ഇവിടുത്തേത്. ഈ അമ്പലത്തിൻ്റെ നിർമ്മാണ സമയത്ത് ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞത് അയ്യപ്പൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അയ്യനെക്കുറിച്ച് പറയാൻ നാവുകളേറെയാണ്. കണ്ണും മനസ്സും നിറഞ്ഞ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കലിയുഗ വരദനായ അയ്യപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.